വത്തിക്കാൻ വോയിസ് എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാവരെയും വളരെ സ്നേഹത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. പരിശുദ്ധ പിതാവ് ലയോ 14 മാർപ്പാപ്പയുടെ സന്ദേശങ്ങൾ, ചിന്തകൾ, രേഖകൾ തുടങ്ങിയവയാണ് ഈ പ്രോഗ്രാമിലൂടെ നിങ്ങളുടെ മുമ്പിൽ പൊതുവിൽ അവതരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. മാർപ്പാപ്പ നമുക്കറിയാം അനേകം ഗ്രൂപ്പുകളോട് സംസാരിക്കാൻ കടപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. സന്യാസ സമൂഹങ്ങളുടെ ജനറൽ ചാപ്റ്റർ, പ്രത്യേകിച്ച് ആഗോള വ്യാപകമായി വ്യാപിച്ചു കിടക്കുന്ന സന്യാസ സമൂഹങ്ങളുടെ ജനറൽ ചാപ്റ്റർ പലപ്പോഴും റോമിൽ വെച്ച് കൂടാറുണ്ട്. അങ്ങനെയുള്ള അവസരത്തിൽ ആ ചാപ്റ്ററിൻ്റെ ഒരു നിശ്ചിത ഘട്ടത്തിൽ അവർ മാർപ്പാപ്പയുമായി ഒരു കണ്ടുമുട്ടൽ നടത്താറുണ്ട്. അവിടെ മാർപ്പാപ്പ അവർക്ക് സന്ദേശങ്ങൾ നൽകാറുണ്ട് സന്യാസ ജീവിതത്തെക്കുറിച്ച്. പ്രത്യേകിച്ച് അവരുടെ കാരിസം, ഓരോ സന്യാസ സമൂഹത്തിനും പ്രത്യേകമായ കാരിസമുണ്ടല്ലോ, ആ കാരിസം സംബന്ധിച്ചും അത് ഇന്ന് ജീവിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചും അതിൻ്റെ പ്രസക്തിയെക്കുറിച്ചുമൊക്കെ മാർപ്പാപ്പ സംസാരിക്കാറുണ്ട്. അങ്ങനെ നടത്തിയ 3 സന്യാസ സമൂഹങ്ങളുടെ ജനറൽ ചാപ്റ്ററിൽ പങ്കെടുത്ത ആളുകളോട്, അവരവരുടെ ലീഡേഴ്സാണ്, അവരോട് നടത്തിയ ഒരു പ്രസംഗമാണ് ഞാൻ ഇന്ന് ഈ പ്രോഗ്രാമിൽ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. 3 കോൺഗ്രിഗേഷൻസ് ഇവയാണ്: സൊസൈറ്റി ഓഫ് ആഫ്രിക്കൻ മിഷൻസ്, ആഫ്രിക്കയിലെ മിഷന് വേണ്ടിയുള്ള സൊസൈറ്റി; തേർഡ് ഓർഡർ റെഗുലർ ഓഫ് സെൻറ്റ് ഫ്രാൻസിസ്, അസിസിയാണ് നമുക്കറിയാം. തേർഡ് ഓർഡർ, 3ാം സഭയെന്ന് നമ്മൾ പറയുന്നത്, അത് വിശുദ്ധ ഫ്രാൻസിസിൻ്റെ നാമത്തിലുള്ള റെഗുലറായിട്ടുള്ള ഒരു സന്യാസ പ്രസ്ഥാനമാണ്. പിന്നെ ഫോർമറ്റേഴ്സ് ഓഫ് ദി സെർവൻസ് ഓഫ് ദി പാരക്ലീറ്റ്. ഇങ്ങനെ 3 കൂട്ടരാണ് മാർപ്പാപ്പയെ സന്ദർശിച്ചത്. അവരോട് നടത്തിയ പ്രസംഗമാണ്. മാർപ്പാപ്പ കുശലപ്രസംഗം ആദ്യമായി അവരുമായി നടത്തി. അവർക്ക് അഭിവന്ദനങ്ങൾ അർപ്പിച്ചു. ഏതെല്ലാം സഭയിൽപ്പെട്ടവരാണ് അവരെന്ന് ചോദിച്ചു. അവരുടെ ജനറൽ ആരാണ്, ഇപ്പോൾ ആരെയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത് എന്നീ കാര്യങ്ങളൊക്കെ ചോദിച്ചുകൊണ്ട് മാർപ്പാപ്പ തൻ്റെ പ്രസംഗം നടത്തുകയുണ്ടായി. തങ്ങളുടെ ജനറൽ ചാപ്റ്ററുകളുടെ ഭാഗമായിട്ടാണ് മാർപ്പാപ്പ പറഞ്ഞു, നിങ്ങളിൽ എല്ലാവരും തന്നെ ഈ മീറ്റിങ്ങിൽ പങ്കെടുക്കുന്നത്. അത് നിങ്ങളുടെ ജീവിതത്തിലും മുഴുവൻ സഭയുടെ ജീവിതത്തിലും സുപ്രധാന നിമിഷങ്ങളാണ് എന്ന് ഞാൻ കരുതുന്നു. നിങ്ങളുടെ സ്ഥാപനങ്ങൾ, നമുക്കറിയാം ഓരോ സന്യാസ സമൂഹത്തിനും പ്രധാനമായ പ്രസ്ഥാനങ്ങളുണ്ട്, സ്ഥാപനങ്ങളുണ്ട്. ആ സ്ഥാപനങ്ങൾക്ക് വേണ്ടിയും എല്ലാ സമർപ്പിത വ്യക്തികൾക്ക് വേണ്ടിയും ആദ്യം നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം, അതിന് നന്മയ്ക്ക് വേണ്ടി എന്നാണ് ആദ്യം പറഞ്ഞത്. എല്ലാറ്റിനും ഉപരിയായി ദൈവത്തെ മാത്രം അന്വേഷിച്ചു കൊണ്ടുള്ള അവരുടെ ജീവിതത്തിൽ, അതായത് നിങ്ങളുടെ ജീവിതത്തിൽ ധ്യാനവും പ്രേക്ഷിത തീക്ഷ്ണതയും സംയോജിപ്പിക്കേണ്ടതുണ്ട് എന്ന് മാർപ്പാപ്പ പറഞ്ഞു. ധ്യാനാത്മകമായ ജീവിതം, അതോടൊപ്പം തന്നെ പ്രേക്ഷിത തീക്ഷ്ണതയും വർദ്ധിപ്പിക്കണം. ധ്യാനം നമ്മെ മനസ്സുകൊണ്ടും ഹൃദയം കൊണ്ടും ദൈവത്തോട് അടുപ്പിക്കുന്നു. അതാണ് ധ്യാനത്തിൻ്റെ ലക്ഷ്യം. മനസ്സുകൊണ്ടും ഹൃദയം കൊണ്ടും ദൈവത്തോട് അടുപ്പിക്കുക. പ്രേക്ഷിത തീക്ഷ്ണതയാകട്ടെ, എന്താണത്? നമ്മുടെ പ്രേക്ഷിത തീക്ഷ്ണത രക്ഷണീയ കൃത്യത്തിലും ദൈവരാജ്യ വിപുലീകരണത്തിലും അവരെ നമ്മളെ ഭാഗഭാക്കളാക്കുകയാണ് ചെയ്യുന്നത്. സന്യാസ ജീവിതത്തെക്കുറിച്ചുള്ള 2ാം വത്തിക്കാൻ കൗൺസിലിൻ്റെ ഡിക്രിയുടെ ഒരു ചിന്തയാണ് മാർപ്പാപ്പ ഇവിടെ പറഞ്ഞത്. വിവിധങ്ങളായ പ്രത്യേക ആവശ്യങ്ങളോടുള്ള പ്രത്യുത്തരമായി ഓരോ സന്യാസ സമൂഹം രൂപം കൊള്ളുന്നത് അങ്ങനെയാണ്. വിവിധങ്ങളായ പ്രത്യേക ആവശ്യങ്ങളോടുള്ള ഒരു പ്രത്യുത്തരമാണ്. സഭാചരിത്രത്തിൽ വിവിധ കാലഘട്ടങ്ങളിൽ രൂപം കൊണ്ട 3 കരിസ്മാറ്റിക് യാഥാർത്ഥ്യങ്ങളെ നിങ്ങൾ പ്രതിനിധാനം ചെയ്യുന്നു എന്ന് മാർപ്പാപ്പ പറഞ്ഞു. 3 വ്യത്യസ്ത കാലഘട്ടങ്ങളിൽ രൂപം കൊണ്ടതാണ്. അത് പ്രത്യേകമായ ആവശ്യങ്ങളോടുള്ള
പ്രത്യുത്തരമായി രൂപം കൊണ്ടവയാണ്. അത് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമാണ് എന്ന് മാർപ്പാപ്പ ആദ്യമേ സൂചിപ്പിക്കുകയാണ്. അതാണ് ഓരോ സന്യാസ സമൂഹവും പ്രത്യേക സാഹചര്യത്തിൽ പ്രത്യേക ആവശ്യത്തോടെ പ്രതികരിക്കാൻ വേണ്ടി രൂപം കൊണ്ടിട്ടുള്ളവയാണ്. എങ്കിലും മാർപ്പാപ്പ പറയുകയാണ്, ക്രിസ്തുവിൻ്റെ മൗതിക ശരീരത്തിൻ്റെ ഏകദാനമായ സൗന്ദര്യത്തിനുള്ളിൽ, സഭയുടെ മുഴുവനും കൂടെ സൗന്ദര്യത്തിനുള്ളിൽ പരസ്പര പൂരകങ്ങളായും ഐക്യപ്പെട്ടും കഴിയുന്നവരാണ് നിങ്ങൾ. സഭയെക്കുറിച്ചുള്ള ഡിഗ്രിയിൽ 7-ാം നമ്പറിൽ അത് പറഞ്ഞിട്ടുണ്ട്. തിരുസഭയുടെ 2-ാം വത്തിക്കാൻ കൗൺസിലിൻ്റെ രേഖയാണ്. അപ്പം നോക്കിക്കേ, അത് പ്രധാനമാണ്. ക്രിസ്തുവിൻ്റെ മൗതിക ശരീരത്തിൻ്റെ ഏകദാനമായ സൗന്ദര്യത്തെ, അതിൻ്റെ ടോട്ടൽ സൗന്ദര്യത്തിനുള്ളിൽ പരസ്പര പൂരകമായും, ആരും അങ്ങോട്ടും ഇങ്ങോട്ടും എതിർത്ത് നിൽക്കാനുള്ളവരല്ല, പരസ്പരം പൂരിപ്പിക്കാൻ ഐക്യപ്പെട്ടും കഴിയുന്നവരാണ്. മാർപ്പാപ്പ എന്നിട്ട് ഓരോ ഈ മൂന്നിനെക്കുറിച്ചും പറയുകയാണ് ചെയ്തത്. വ്യത്യസ്തമായ ദൗത്യങ്ങളാണ് ഈ 3 സഭാ സമൂഹങ്ങൾ അല്ലെങ്കിൽ സന്യാസ സമൂഹങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും പഴക്കമുള്ള സ്ഥാപനം ഈ 3-ൽ തേർഡ് ഓർഡർ റെഗുലർ ഓഫ് സെൻറ്റ് ഫ്രാൻസിസ് ആണ് എന്ന് മാർപ്പാപ്പ പറഞ്ഞു. അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസിൻ്റെ കാലത്തോളം പഴക്കമുണ്ട് അതിന്. കുറേ കാലം കഴിഞ്ഞാണ് നിക്കോളാസ് 5-ാമൻ മാർപ്പാപ്പ അതിനെ ഒരു സന്യാസ സമൂഹമായി ഉയർത്തിയത് എന്നും മാർപ്പാപ്പ അതിൻ്റെ ചരിത്രം പറഞ്ഞു. ഈ 113-ാം ജനറൽ ചാപ്റ്ററിൽ നിങ്ങൾ അഭിസംബോധന ചെയ്യുന്ന പ്രമേയങ്ങൾ സമൂഹ ജീവിതം, സമൂഹ രൂപീകരണം, ദൈവവിളികൾ എന്നിവയും ഏതെങ്കിലും വിധത്തിൽ ദൈവത്തിൻ്റെ വലിയ കുടുംബത്തെ മുഴുവൻ ബാധിക്കുന്ന വിഷയങ്ങളുമാണ്. അപ്പം പ്രധാനമായും ചാപ്റ്ററുകളിൽ ആനുകാലികമായ വിഷയങ്ങൾ അതിനെ വേണ്ട രീതിയിൽ പരിഷ്കരിക്കുന്നതിനാണല്ലോ ശ്രദ്ധിക്കുന്നത്. എങ്കിലും നിങ്ങളുടെ പ്രവൃത്തികൾക്ക് നൽകിയിരിക്കുന്ന പേര് സൂചിപ്പിക്കുന്നത് പോലെ അവരുടെ ആ ചാപ്റ്ററിൻ്റെ അതിൽ പേര് കൊടുത്തിരിക്കുന്നത് പ്രായശ്ചിത്തപരമായ സിദ്ധിയുടെ വെളിച്ചത്തിൽ നിങ്ങൾ അവയെ അഭിസംബോധന ചെയ്യുക എന്നതാണ് സുപ്രധാനമായ കാര്യം. ഈ ചർച്ചയിലെ പ്രധാനമായ ഒരു വിഷയം ഊന്നൽ കൊടുത്തിരിക്കുന്നത് പ്രായശ്ചിത്തപരമായ, നമുക്കറിയാം പ്രായശ്ചിത്തപരമായ സിദ്ധി, തേർഡ് ഓർഡർ ഓഫ് ഫ്രാൻസിസ് അത് ചെയ്യുന്നത്. വിശുദ്ധ ഫ്രാൻസിസിൻ്റെ വാക്കുകളിൽ ഇത് നമ്മെ അനുസ്മരിപ്പിക്കുന്നത് എന്താണ് എന്ന് മാർപ്പാപ്പ പറയുകയാണ്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സൗരഭ്യമേറുന്ന വചനങ്ങൾ, അവിടുത്തെ വചനം പരിമളപൂരിതമാണ്. മാനസാന്തരത്തിൻ്റെ അനുസ്യൂതമായൊരു യാത്രയിലൂടെ മാത്രമേ നമ്മുടെ സഹോദരീ സഹോദരന്മാർക്ക് നൽകാൻ സാധിക്കുകയുള്ളൂ എന്ന് ഫ്രാൻസിസ് അസിസി പറഞ്ഞിട്ടുണ്ട്. യേശു ക്രിസ്തുവിൻ്റെ സൗരഭ്യം പുലർത്തുന്ന വചനങ്ങൾ മാനസാന്തരത്തിൻ്റെ അനുസ്യൂതമായ യാത്രയിലൂടെ മാത്രമേ നമുക്ക് മറ്റുള്ളവർക്ക്, സഹോദരീ സഹോദരന്മാർക്ക് പകർന്നു നൽകാൻ കഴിയുകയുള്ളൂ. അതാണ് അവരുടെ ജീവിതത്തിൽ പ്രതിഫലിക്കുന്ന കാര്യം. ഈ മാനസാന്തരം മാർപ്പാപ്പ അവരോട് പറയുകയാണ്, നിരന്തരമായൊരു മാനസാന്തരത്തിലൂടെ മറ്റുള്ളവർക്ക് ചൈതന്യം പകർന്നു കൊടുക്കുക. രണ്ടാമത് മാർപ്പാപ്പ ചർച്ച ചെയ്തത് ദ സൊസൈറ്റി ഓഫ് ആഫ്രിക്കൻ മിഷൻസ് ആണ്. അത് താരതമ്യേന അടുത്ത കാലത്ത് സ്ഥാപിക്കപ്പെട്ടതാണ്, അധികം പഴക്കമില്ല. വന്യനായ ബിഷപ്പ് മെൽക്കോയർ ദ മാരിയോൺ ബ്രസില്ലാക്കാണ് അതിൻ്റെ തുടക്കക്കാരൻ. 1856 ഡിസംബർ 8 അത് സ്ഥാപിതമായത്. സഭാജീവിതത്തിൻ്റെ ഹൃദയത്തിൽ തന്നെയുള്ള പ്രേക്ഷിത ചൈതന്യത്തിൻ്റെ ഒരടയാളമാണത് എന്നാണ് മാർപ്പാപ്പ പറയുന്നത്. അദ്ദേഹം തുടങ്ങിയത് ആഫ്രിക്കൻ മിഷനാണ്, മിഷന് വേണ്ടിയാണ്. പ്രേക്ഷിത ചൈതന്യം എന്ന് പറയുന്നത് സഭാജീവിതത്തിൻ്റെ ഹൃദയത്തിൽ തന്നെയുള്ള കാര്യമാണ്, അതിൻ്റെ അടയാളമാണ്. പ്രിയ സഹോദരന്മാരെ, മാർപ്പാപ്പ അവരോട് പറഞ്ഞു, നിങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ചരിത്രം ഇതിനെ സാക്ഷ്യം നൽകുന്നു. നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് പ്രേക്ഷിത ദൗത്യമാണ്. ഉള്ളിൽ നിന്നും പുറത്തു നിന്നും ഉണ്ടായ എണ്ണമറ്റ ബുദ്ധിമുട്ടുകളെ കാലക്രമേണ നിങ്ങളുടെ സമൂഹം അതിജീവിച്ചത്
മിഷനോടുള്ള നിങ്ങളുടെ പ്രതിജ്ഞാബദ്ധത കൊണ്ടാണ്. ഒത്തിരി എതിർപ്പുകൾ ഉണ്ടായപ്പോഴും നിങ്ങൾ പിടിച്ചു നിൽക്കുന്നത്, അതിജീവിച്ചത് നിങ്ങളുടെ കാര്യസം മിഷനോടുള്ള പ്രതിജ്ഞാബദ്ധത കൊണ്ടാണ് എന്ന് മാർപ്പാപ്പ ഏറ്റുപറയുകയാണ്. ആഫ്രിക്കയിലും ലോകത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലും പുതിയ അജപാല ചക്രവാളങ്ങളിലേക്ക് യാത്ര പുറപ്പെടാനും ഇല്ലായ്മയിൽ നിന്ന് പോലും പ്രചോദനം ആർജിച്ചെടുക്കാനും ഈ പ്രതിജ്ഞാബദ്ധത നിങ്ങളെ പ്രാപ്തരാക്കി. ദാരിദ്ര്യത്തിലും ഇല്ലായ്മയിലും വേദനയിലുമെല്ലാം നിങ്ങൾക്ക് സാധിച്ചത് നിങ്ങളുടെ ഈ പ്രേക്ഷിത കമ്മിറ്റ്മെൻ്റാണ്, ചൈതന്യമാണ്. ഇത് സംബന്ധിച്ച് നിങ്ങളുടെ സ്ഥാപകൻ്റെ വാക്കുകൾ എക്കാലവും സമയോചിതമായി നിലനിൽക്കുന്നു എന്ന് മാർപ്പാപ്പ പറഞ്ഞു. നിങ്ങളുടെ സ്ഥാപകൻ പറഞ്ഞ വാക്കുകൾ നിങ്ങളുടെ പ്രഘോഷണത്തിൽ അദ്ദേഹം പറഞ്ഞു, നിങ്ങളുടെ പ്രഘോഷണത്തിൽ അപ്പസ്തോലിക പ്രബോധനത്തിൻ്റെ ലാളിത്യത്തോടെ വിശ്വസ്തത പുലർത്തുകയും കുരിശിൻ്റെ ഭോഷത്വത്തെ ആശ്ലേഷിക്കുവാൻ എപ്പോഴും സന്നദ്ധരായിരിക്കുകയും ചെയ്യുക എന്നാണ് അദ്ദേഹം നിങ്ങളെ ഉത്ബോധിപ്പിച്ചിട്ടുള്ളത്. നോക്കിക്കേ, ഏതൊരു പ്രേക്ഷിത പ്രവർത്തകനും ആവശ്യമായ കാര്യമാണ് നിങ്ങളുടെ പ്രഘോഷണത്തിൽ അപ്പസ്തോലിക പ്രബോധനത്തിൻ്റെ ലാളിത്യത്തോടെ വിശ്വസ്തത പുലർത്തുക. കർത്താവ് അപ്പസ്തോലന്മാരെ അയച്ചപ്പോൾ ലളിതമായി ജീവിക്കാൻ അവരോട് ആഹ്വാനം ചെയ്തു. അതുപോലെ തന്നെ കുരിശിൻ്റെ ഭോഷത്വമാണ് നമ്മൾ പറയുന്നത്, വലിയ പാണ്ഡിത്യമല്ല. കർത്താവിൽ സംഭവിച്ച കാര്യം പൗലോസ്ലീഹായാണത് പറഞ്ഞത്. കൊറിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായം 17-25 ഞങ്ങൾ പ്രഘോഷിക്കുന്നത് കുരിശിൻ്റെ ഭോഷത്വമാണ്. അതാണ് വലിയ ജ്ഞാനം എന്ന് പൗലോസ്ലീഹ നമ്മെ പഠിപ്പിക്കുന്നുണ്ടല്ലോ. ലോകത്തിൻ്റെ പരിഹാസത്തിലും മനസ്സിലാക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ പോലും ആ സന്നദ്ധത നിലനിർത്തുക, അത് നിലനിർത്തിയവരാണ് നിങ്ങൾ. അത് തുടർന്നും കൊണ്ടുപോകുക, അതാണ് മാർപ്പാപ്പയുടെ അവരോടുള്ള ആശംസ. ക്രിസ്തുവിനാൽ നിറഞ്ഞ മനുഷ്യരായി സകലവിധ വ്യവസ്ഥകളിൽ നിന്നും സ്വതന്ത്രരായിരിക്കുക. ക്രിസ്തുവിനാൽ നിറഞ്ഞ മനുഷ്യരായിരിക്കുക നിങ്ങളെപ്പോഴും, യാതൊരു വ്യവസ്ഥയും വയ്ക്കണ്ട എന്ന് മാർപ്പാപ്പ അവരോട് പറയുകയാണ്. അങ്ങനെ അവനുമായുള്ള കണ്ടുമുട്ടലിലേക്ക് നിങ്ങളുടെ സഹോദരീ സഹോദരന്മാരെ കൊണ്ടുവരാൻ കഴിവുള്ളവരായി നിങ്ങൾ തീരും. അങ്ങനെയാണ് നിങ്ങൾക്ക് മറ്റുള്ളവരെ ആകർഷിക്കാൻ കഴിയുന്നത്, ക്രിസ്തുവിലേക്ക് കൊണ്ടുവരാൻ കഴിയുന്നത്. കാരണം മുഴുവൻ ലോകത്തോടും സുവിശേഷം പ്രഘോഷിക്കുക എന്ന ഏക അഭിലാഷത്താലാണ് നിങ്ങൾ പ്രചോദിതരായിരിക്കുന്നത്. നിങ്ങളുടെ പ്രചോദന ദൗത്യവും മാർപ്പാപ്പ എടുത്തു പറഞ്ഞ് മുഴുവൻ ലോകത്തോടും സുവിശേഷം പ്രഘോഷിക്കുക എന്നത് മാത്രമാണ് നിങ്ങളുടെ ഏക അഭിലാഷം. നമുക്കറിയാം, ഫിലിപ്പിയക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ 1-ാം അധ്യായത്തിൽ 12 മുതൽ 14 വരെ 21-ാം വചനവും ഇതുതന്നെയാണ് പൗലോസ്ലീഹ പറയുന്നത്. മുഴുവൻ ലോകത്തോടും സുവിശേഷം പ്രഘോഷിക്കുക. ആ അഭിലാഷത്താൽ നിറഞ്ഞവരാണ് നിങ്ങൾ. അപ്പം നോക്കി, ഈ ഒരു കാര്യസം ഏറ്റെടുത്താണ് ദ സൊസൈറ്റി ഓഫ് ആഫ്രിക്കൻ മിഷൻസ് പ്രവർത്തിക്കുന്നത്. അതിനു വേണ്ടിയാണ് അത് രൂപകൽപ്പന ചെയ്തത്. അത് ഉണ്ടാക്കിയ വലിയ അത്ഭുതങ്ങളെ പറ്റിയാണ് നമുക്ക് പറയാനുള്ളത്. പിന്നെ തുടർന്ന് മാർപ്പാപ്പ 3-ാമത്തെ കൂട്ടരോട് പറഞ്ഞു, ഏറ്റവും അടുത്ത കാലത്ത് സ്ഥാപിതമായ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് ഞാനിപ്പോൾ എത്തുകയാണ്. ദ സെർവൻറ്റ് ഓഫ് ദി പാരക്ലൈറ്റ് എന്നാണ് അതിൻ്റെ പേര്. ദ സെർവൻറ്റ്സ് ഓഫ് ദി പാരക്ലൈറ്റ്, നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന ആത്മാവിൻ്റെ ദാസന്മാരാണ് നിങ്ങൾ എന്ന് മാർപ്പാപ്പ പറയുകയാണ്. ഉള്ളിൽ പ്രവർത്തിക്കുന്ന പാരക്ലൈറ്റ് പരിശുദ്ധാത്മാവിൻ്റെ പ്രയോഗമാണല്ലോ, അതിൻ്റെ ദാസന്മാരാണ്. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 9 ഉള്ളിൽ വസിക്കുന്നു. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ പെന്തക്കോസ്ത ഗാനം അതിൻ്റെ സീക്വൻസ് നാം ആലപിക്കും. മുറിവേറ്റത്തിനെ സുഖപ്പെടുത്തുന്ന അവിടുന്ന് ജ്ഞാനസ്നാനത്തിൻ്റെ വരദാനത്താൽ നമ്മിൽ വസിക്കുന്നവനാണ്. അതാണ്, മുറിവേറ്റത്തിനെ സുഖപ്പെടുത്തുന്നവനാണ് പരിശുദ്ധാത്മാവ്. നമ്മുടെ മാമോദീസായിലൂടെ അവൻ നമുക്ക് നൽകപ്പെട്ട വരദാനത്തിലൂടെ അവൻ നമ്മിൽ വസിക്കുന്നു. വിഷമതയിലായിരിക്കുന്ന വൈദികരുടെ പരിപാലനം എന്ന നിങ്ങളുടെ ജോലി 1942 ആരംഭിച്ചപ്പോൾ ഫാദർ ജെറാൾഡ് ഫിറ്റ്സ് അദ്ദേഹമാണ് അത് തുടങ്ങിയത്. നിങ്ങൾക്ക് നൽകിയ നിങ്ങളുടെ ആദർശ സൂക്തത്തിലെ വാക്കുകൾ ഉപയോഗിച്ച് പറഞ്ഞാൽ,
നിങ്ങൾ ആരാണ്? പ്രോ ക്രിസ്തോ സാച്ചർദോത്തെയാണ്. നിങ്ങൾ ക്രിസ്തുവിന് വേണ്ടിയുള്ളവരാണ്, പുരോഹിതരായ ക്രിസ്തുവിന് വേണ്ടിയുള്ളവനാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഈ സംഘടന തുടങ്ങിയത്, ഈ സ്ഥാപനം തുടങ്ങിയത്, ഈ സന്യാസമുഖം തുടങ്ങിയത് വിഷമതയിലിരിക്കുന്ന വൈദികരുടെ പരിപാലനത്തിന് വേണ്ടിയാണ്. വിഷമിക്കുന്ന വൈദികരുടെ പരിപാലനം. അന്നു മുതൽ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിങ്ങളുടെ ശുശ്രൂഷാ ദൗത്യം നിങ്ങൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നു. ഒത്തിരി ചെയ്തു. ആഴത്തിൽ മുറിവേറ്റവരോടുള്ള സൗമ്യവും ക്ഷമയുള്ളതും ആർദ്രവും വിവേകപൂർണവുമായ നിങ്ങളുടെ അടുപ്പം ലളിതവും തീക്ഷ്ണതയുള്ളതുമായ ആത്മീയ ജീവിതത്തോട് സംയോജിപ്പിച്ച ചികിത്സാപാതകൾ അവർക്ക് കാണിച്ചു കൊടുക്കുന്നു. ഇതാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സേവനമെന്ന് മാർപ്പാപ്പ ഓർമ്മിപ്പിക്കുകയാണ്. എന്താണത്? വളരെ മനോഹരമാണ്. മുറിവേറ്റ വൈദികർക്ക് സൗമ്യവും ക്ഷമയുള്ളതും ആർദ്രവും വിവേകപൂർണവുമായ നിങ്ങളുടെ അടുപ്പം വഴി ലളിതവും തീക്ഷ്ണതയുള്ളതുമായ ആത്മീയ ജീവിതത്തോടെ അവരെ സംയോജിപ്പിച്ചുകൊണ്ട് ഉള്ള ഒരു ചികിത്സാ രീതിയിലൂടെയാണ് നിങ്ങൾ അവരെ സഹായിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു ദൗത്യം, ഒരു കാരിസം നിറവേറ്റുകയാണ് ഈ സന്യാസ സമൂഹ വൈദികർ. നിങ്ങളുടെ സാന്നിധ്യം സുപ്രധാനമായ ചിലതുകൂടി നമ്മെ അനുസ്മരിപ്പിക്കുന്നു എന്ന് മാർപ്പാപ്പ പറഞ്ഞു. നിങ്ങളിവിടെ ആയിരിക്കുന്നു. എന്താണത്? നിങ്ങളെല്ലാവരും നമ്മുടെ സഹോദരീ സഹോദരന്മാർക്ക് ആത്മാക്കളുടെ ഭിഷഗ്വരനായ ക്രിസ്തുവിൻ്റെ ശുശ്രൂഷികളാകാൻ വിളിക്കപ്പെട്ടിരിക്കുന്നുവെങ്കിലും നമ്മളും ബലഹീനരും സൗഖ്യം ആവശ്യമുള്ളവരുമാണ് എന്നത് നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സത്യമാണ്. സന്യാസ സമൂഹങ്ങൾ, വൈദികർ സേവനം ചെയ്യുന്നവരാണ്. മറ്റുള്ളവർക്ക് പ്രത്യേകമായ ശുശ്രൂഷ. ഇവിടെ നമ്മൾ കണ്ടതുപോലെ വളരെ ചികിത്സാ ഒരു പാത തുടരുന്നവരാണ്. പക്ഷെ അതേസമയം നമ്മൾ ഓർക്കണമെന്ന് കൂടി മാർപ്പാപ്പ പറയുകയാണ്, നമ്മളെല്ലാവരും നമ്മുടെ സഹോദരീ സഹോദരന്മാർക്ക് ആത്മാക്കളുടെ ഭിഷഗ്വരനായ ക്രിസ്തുവിൻ്റെ ശുശ്രൂഷികളാകാൻ വിളിക്കപ്പെട്ടവരാണ്. വലിയൊരു വിളി സ്വീകരിച്ചവരാണ്. പക്ഷെ നമ്മളും ബലഹീനരും സൗഖ്യമുള്ളവരുമാണ് എന്ന കാര്യം ഓർക്കണം. വി ആർ വൂണ്ടഡ് ഹീലേഴ്സ്. ഞാൻ എപ്പോഴും എന്നെപ്പറ്റി ചിന്തിക്കുമ്പോൾ ഓർക്കുന്നൊരു കാര്യമാണ്. മറ്റുള്ളവർക്ക് ശുശ്രൂഷ ചെയ്യുന്നു, പക്ഷേ അറ്റ് ദ സെയിം ടൈം ഐ ആം ഓൾസോ ആൻ എ വൂണ്ടഡ് ഹീലറാണ്, വൂണ്ടഡ് മനുഷ്യനാണ്. ലൂക്കായുടെ സുവിശേഷം 5-ാം അധ്യായം 33-32 കർത്താവ് ഇത് നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. മാർപ്പാപ്പ വിശുദ്ധ അഗസ്റ്റിൻ ഉപയോഗിക്കുന്ന ഒരു പ്രതീകം നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നുണ്ട്, കപ്പലിൻ്റെ പ്രതീകം. അദ്ദേഹം പറഞ്ഞു, നമുക്കെല്ലാം ഈ ജീവിതത്തിൽ ദുർബലമായ മർത്യതയിൽ ചില വിള്ളലുകൾ വീണിട്ടുണ്ട്. അഗസ്റ്റിൻ പറഞ്ഞതാണ്. അഗസ്റ്റിൻ തൻ്റെ ജീവിതത്തെ നോക്കിക്കൊണ്ടാണത് പറയുന്നത്. അതിലൂടെ പാപം ഈ ലോകത്തിലെ തിരകളുടെ രൂപത്തിൽ ഒഴുകിയെത്തുകയാണ് നമ്മളിലേക്ക്. ഹിപ്പോയിലെ വിശുദ്ധ ബിഷപ്പ് തിന്മയ്ക്ക് ഒരു പരിഹാരം നിർദ്ദേശിക്കുന്നുണ്ട്. ഈ അഗസ്റ്റിൻ ഒരു നിർദ്ദേശം നമുക്ക് നൽകുന്ന ഇതാണ്. അദ്ദേഹം പറയുന്നു, നാം മുങ്ങിപ്പോയാൽ ഈ ഉത്ബോധനത്തെ മുറുകെ പിടിക്കാം. എന്താണ് ആ ഉത്ബോധനം? നമുക്ക് ക്ഷമിക്കാം. അതെ, നമുക്ക് ക്ഷമിക്കാം. അങ്ങനെ എല്ലായിടത്തും, നമ്മുടെ ഇടവകളിൽ, സമൂഹങ്ങളിൽ, അസോസിയേഷനുകളിൽ, പ്രസ്ഥാനങ്ങളിൽ എല്ലാം നമുക്ക് ക്ഷമിക്കുന്നവരായി തീരാം. അതാണൊരു പരിഹാരം. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ, ക്രൈസ്തവർ ഉള്ള ഇടങ്ങളിലൊക്കെയും സകലർക്ക് കരുണയുടെ ഒരു മരിപ്പച്ച കണ്ടെത്താൻ ഇടയാകട്ടെ. അപ്പോൾ ഈ വൈദികരെക്കുറിച്ചാണ് മാർപ്പാപ്പ സർവൻസ് ഓഫ് ദി പാരക്ലേറ്റ്, പരിശുദ്ധാത്മാവിൻ്റെ ഈ ദാസന്മാർ,
മുറിവേറ്റ വൈദികർക്ക്, വിഷമിക്കുന്ന വൈദികർക്ക് ആശ്വാസമേൽക്കുന്നവരാണ്, ചികിത്സ ചെയ്യുന്നവരാണ്. അങ്ങനെയുള്ള ആളുകൾ നമ്മളും മുറിവേറ്റവരാണ് എന്ന ചിന്തയോടെ അത് ചെയ്യാനിടയാകണം എന്ന ആശയമാണ് പരിശുദ്ധ പിതാവ് പറഞ്ഞു വയ്ക്കുന്നത്. പ്രിയ സ്നേഹിതരെ, ഇന്ന് നിങ്ങളിവിടെ ഒന്നിച്ചു കൂടിയിരിക്കുന്ന ഈ സമ്മേളനത്തിന് നിങ്ങൾക്ക് ഞാൻ നന്ദി പറയുന്നു എന്ന് പരിശുദ്ധ പിതാവ് പറഞ്ഞു. തീർച്ചയായും അവർ ലോകത്തിന് മുഴുവൻ നൽകുന്ന ആ സന്ദേശമുണ്ടല്ലോ, വ്യത്യസ്തമായ ശൈലികളിലൂടെ, വ്യത്യസ്തമായ ദാനങ്ങളിലൂടെ, കാരിശത്തിലൂടെ അവർ ചെയ്യുന്ന സേവനങ്ങൾക്കാണ് നന്ദി. സഭയുടെ സൗന്ദര്യത്തിൻ്റെ പ്രകാശപൂരിതമായ 3 മാനങ്ങളാണ് നിങ്ങൾ അവതരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. നിങ്ങളിവിടെ അവതരിപ്പിക്കുന്നത്, പ്രത്യക്ഷീകരിക്കുന്നത് അതാണ്. മാനസാന്തരത്തിനുള്ള പ്രതിജ്ഞാബദ്ധത എല്ലാ മനുഷ്യർക്കും ഉണ്ടാകേണ്ടതുണ്ട്. എല്ലാ മനുഷ്യരെയും ക്ഷണിക്കേണ്ടത് മാനസാന്തരത്തിലേക്കാണ്. ഈശോ ലോകത്തിൽ വന്നപ്പോൾ അത് തന്നെയാണ് ചെയ്തത്. മാനസാന്തരപ്പെടുവിൻ എന്ന ആഹ്വാനമാണ്. നമ്മൾ നോയമ്പ് കാലത്തിലൂടെയാണ് കടന്നു പോകുന്നത്. മാനസാന്തരത്തിൻ്റെ സമയമാണ്. അപ്പം മാനസാന്തരത്തിലേക്ക് ആളുകളെ വിളിക്കുക എന്ന ദൗത്യം ഫ്രാൻസിസ് അസീസി തൻ്റെ സന്യാസ സമൂഹത്തിൽപ്പെട്ട ആളുകളോട് പറഞ്ഞതാണിത്. പ്രായശ്ചിത്തമായ ഒരു ചൈതന്യത്തോടെ മാനസാന്തരത്തിൻ്റെ സന്ദേശം എത്തിക്കണം. അത് നമ്മൾ പ്രായശ്ചിത്തപരമായി ജീവിക്കുമ്പോൾ മാത്രമാണ് സാധിക്കുന്നത് എന്ന കാര്യമാണ്. 2, പ്രേക്ഷിത പ്രവൃത്തിയാണ്. അതിനുള്ള ഉത്സാഹം നമുക്കറിയാം. ആഫ്രിക്കൻ മിഷൻസ് അതാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാവരിലും ഉണ്ടാകേണ്ടതാണ് പ്രേക്ഷിത ചൈതന്യം. എല്ലാവരിലും, വൈദികരിലും അൽമായരിലും എല്ലാം നമുക്ക് അത് കർത്താവിനെ അറിയിക്കുക, കർത്താവിനെ കൊടുക്കുക എന്ന ചൈതന്യം തീക്ഷ്ണതയോടെ ചെയ്യാൻ സാധിക്കണം. 3, കരുണയുടെ ഊഷ്മളതയാണ്. വഴിതെറ്റിപ്പോകുന്നവരോട്, വിഷമിക്കുന്നവരോട്, മുറിവേറ്റവരോട് കരുണയുടെ ഊഷ്മളത, ക്ഷമ കൊടുക്കാൻ കഴിയുക. ഇത് ക്രൈസ്തവ ജീവിതത്തിൻ്റെ 3 വലിയ മാനങ്ങളാണ്. ലോകമെമ്പാടും നിങ്ങൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികൾക്കും വീണ്ടും മാർപ്പാപ്പ നന്ദി പറഞ്ഞു ഈ കൂട്ടരോട്. ഞാൻ നിങ്ങളെ ആശീർവദിക്കുന്നു. ദൈവത്തിൻ്റെ പദ്ധതി അനുസരിച്ച് നിങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ കൂടുതൽ ഇണക്കമുള്ള ഉപകരണങ്ങളായി തീരാൻ ഇടയാകട്ടെ എന്നതാണ് എൻ്റെ പ്രാർത്ഥന എന്ന് മാർപ്പാപ്പ പറഞ്ഞു. നമുക്കും ഇന്നും എന്നും പ്രാർത്ഥിക്കാനുള്ളതും അതുതന്നെയാണ്. ഒരിക്കൽ കൂടി നന്ദി എടുത്തെടുത്ത് പറഞ്ഞാണ് മാർപ്പാപ്പ തൻ്റെ പ്രസംഗം ഉപസംഹരിച്ചത്. നമുക്ക് ഓർക്കാം, 3 സന്യാസ സമൂഹങ്ങളുടെ കാരിശം നമ്മൾ പറഞ്ഞു. പക്ഷേ ആ കാരിശം പൊതുവിൽ എല്ലായിടത്തും ഉണ്ടാകേണ്ടത് തന്നെയാണ് എന്നതുകൊണ്ടാണ് ഇത് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു സന്ദേശവുമായി കണ്ടുമുട്ടാൻ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും ഈസ്റ്ററിൻ്റെ നാളുകളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. വലിയ നോയമ്പിൻ്റെ ഒരു ചൈതന്യത്തിലുമാണ് നാം ജീവിച്ചത്. എല്ലാവർക്കും ഈസ്റ്ററിൻ്റെ മംഗളങ്ങൾ ഹൃദയപൂർവ്വം ആശംസിക്കുന്നു.